മലപ്പുറത്ത് പുതിയ ഹയർ സെക്കൻഡറി ബാച്ചുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം ടൗണിൽ പ്രതിഷേധാഗ്നി സംഘടിപ്പിച്ചു. മലപ്പുറത്ത് 10ാം ക്ലാസ് പാസ്സായ 1/3 കുട്ടിക്ക് +1 സീറ്റില്ല. ഇതിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി വിവിധ രാഷ്ട്രീയ യുവജന വിദ്യാർത്ഥി സംഘടനകളെ പങ്കെടുപ്പിച്ച് അങ്ങാടിപ്പുറം ടൗണിൽ പ്രതിഷേധാഗ്നി സംഘടിപ്പിച്ചു. 1/4 നൂറ്റാണ്ട് മുൻപ് +2 മാറിയതു മുതൽ മലബാർ ജില്ലകൾ അനുഭവിക്കുന്ന സീറ്റ് ക്ഷാമം ഇനിയും പരിഹരിക്കാൻ കഴിയാത്തത് മലബാറിനോടുള്ള അവഗണനയാണ്. മലപ്പുറം ജില്ലയിലെ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് സീറ്റില്ല എന്ന പ്രശ്നം നിരന്തരം ഉയർത്തുമ്പോൾ മലപ്പുറത്തിന്റെ പേര് പറഞ്ഞ് മുതലെടുപ്പിന് ശ്രമം നടത്തുകയാണ് എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ വാദം. മലപ്പുറം ജില്ലയിലെ സീറ്റ് പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ പുതിയ ഹയർ സെക്കൻഡറി ബാച്ചുകൾ അനുവദിച്ചുകൊണ്ട് മാത്രമേ പരിഹാരം കാണാൻ കഴിയുകയുള്ളൂ. ജംബോ ബാച്ചുകൾ കൊണ്ട് പരിഹാരം ആവില്ല എന്നും വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പുതിയ +1 ബാച്ചുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സംഘടിപ്പിച്ച പ്രതിഷേധാഗ്നിയെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വെൽഫെയർ പാർട്ടി ജില്ലാ ട്രഷറർ മുനീബ് കാരക്കുന്ന് പറഞ്ഞു. +1 ബാച്ചുകളിലേക്ക് സർക്കാർ നിശ്ചയിച്ച കുട്ടികളുടെ എണ്ണം 50 ആണ്. എന്നാൽ അത് മലപ്പുറം ജില്ലയിലെത്തുമ്പോൾ 60-70 ഒക്കെയായി മാറുന്നു. ഇടത് സർക്കാർ കഴിഞ്ഞ വർഷം നിയമിച്ച കാർത്തിക നായർ അധ്യക്ഷനായുള്ള കമ്മീഷനും സർക്കാരിനോട് പറഞ്ഞത് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ ഒരു ബാച്ചിൽ 50 കുട്ടികൾ മാത്രമേ പാടുള്ളൂ എന്നാണ്. കേരളത്തിന്റെ തെക്കൻ ജില്ലകളിൽ ഈ അനുപാതം നിലനിൽക്കുമ്പോൾ മലപ്പുറം ജില്ലയിൽ അത് 70-ലെത്തി നിൽക്കുന്നു. ഇത് ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് ഉത്തരവാദിത്തപ്പെട്ട വകുപ്പ് മന്ത്രി മലപ്പുറത്തിന്റെ പേര് പറഞ്ഞ് മുതലെടുപ്പിന് ശ്രമം എന്ന പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സൈദാലി വലമ്പൂർ അധ്യക്ഷത വഹിച്ചു. വെൽഫെയർ പാർട്ടി മണ്ഡലം വൈസ് പ്രസിഡന്റ് ജമാൽ മങ്കട, ഫ്രറ്റേണിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാറൂർ അഹമ്മദ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷുഹൈൽ ബാബു, യൂത്ത് ലീഗ് അങ്ങാടിപ്പുറം വൈസ് പ്രസിഡന്റ് ഷെബീർ മാഞ്ഞമ്പ്ര തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പാർട്ടി പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട് സ്വാഗതവും ട്രഷറർ സക്കീർ അരിപ്ര നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ്. നമ്മുടെ കുബൂസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.